ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓണ സ്പെഷ്യലായ ഓലൻ ഉണ്ടാക്കിയാലോ? ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 100 ഗ്രാം പെരുമ്പയർ എടുത്തിട്ടുണ്ട്. അത് 3-4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടതാണ്. ഇനി ഇത് കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പയർ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിക്കാം. ഇനി സ്റ്റൗ ഓണാക്കി 4-5 വിസിൽ വരുന്നത് വരെ വയ്ക്കാം. 4-5 വിസിൽ വന്നതിന് ശേഷം വെന്തില്ലെങ്കിൽ ഒരു വിസിലും കൂടി കേൾപ്പിക്കാം. ഇനി നമുക്ക് കുമ്പളങ്ങി എടുക്കാം. ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുക്കാം. ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് മാറ്റാം. ഓലൻ നമ്മൾ ആവശ്യത്തിനുണ്ടാക്കുന്നതാണ് നല്ലത്. കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോവും. നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഇനി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് കുമ്പളങ്ങ, ചെറുതായിട്ട് അരിഞ്ഞ കുമ്പളങ്ങ കഴുകി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വേണം അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ഇത്രയും ഒഴിച്ച് സ്റ്റൗ ഓണാക്കി വയ്ക്കാം. ഇനി അടച്ചു വെച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഇരുന്ന് വേവണം. ഈ സമയം നമുക്ക് ഇതിനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ ഒരു ചെറിയ കപ്പിൽ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അതിനെ പിഴിഞ്ഞ് ഒരു അരിപ്പയിലിട്ട് അരിച്ച് പാലെടുത്തിട്ട് വരാം. ഞാൻ ഇതുപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പിഴിഞ്ഞ് നമുക്ക് പാൽ അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പയർ വെന്തോ നോക്കാം. പയർ വെന്തിട്ടുണ്ട്. നമ്മുടെ ഓലൻ്റെ കുമ്പളങ്ങയും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച പയറിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അതും കൂടി ഒന്ന് വറ്റണം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് കുമ്പളങ്ങിയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ കറി ലൂസായി പോവും. അതുകൊണ്ട് ഇതിലുള്ള വെള്ളം വറ്റിയതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. നല്ലതുപോലെ ഒന്ന് വറ്റട്ടെ. ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. സ്റ്റൗ കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ സമയം ഉപ്പ് നോക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഓലിന് കടുക് താളിക്കില്ല. അതിന് പകരം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കേണ്ടത്, വേറെ ഓയിൽ ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓലൻ റെഡിയായിട്ടുണ്ട്. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്